മോർ ആൻഡ് വ്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഷോപ്പുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും അവർക്ക് വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സോഫ്റ്റ്വെയർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓരോ മാസത്തേക്കും ഓട്ടോമാറ്റിക് ആയി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ വിശദമാക്കുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ 2016 വേർഷനാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ ലളിതമായിട്ട് തന്നെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എൻട്രികൾ നമുക്ക് എൻട്രി ഫോമിലൂടെ എൻറ്റർ ചെയ്യാം. അതേപോലെ ഈ എൻറ്റർ ചെയ്യുന്ന എൻട്രികൾ ഉപയോഗിച്ചുകൊണ്ട് അതാത് മാസത്തേക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സെപ്പറേറ്റ് ഷീറ്റുകളിലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് എത്ര മാസത്തേക്ക് വേണമെങ്കിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, നമുക്ക് ഈ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നോക്കൂ, ഞാനിവിടെ മോർ ആൻഡ് വ്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എൻട്രി എന്ന് പറയുന്ന ഒരു ഫോം ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മൈക്രോസോഫ്റ്റ് എക്സലിൽ ക്രിയേറ്റ് ചെയ്തതാണ്. നമുക്കിവിടെ നമ്മുടെ സ്ഥാപനത്തിൽ, ഇപ്പൊ ഈ സ്ഥാപനത്തിൽ വരുന്ന ഇൻകംസ് ആയിക്കോട്ടെ എക്സ്പെൻസ് ആയിക്കോട്ടെ, ഇത് എൻറ്റർ ചെയ്യാനുള്ള ഒരു എൻട്രി ഫോം ആണിത്. ഓക്കെ, അതായത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു ഗേറ്റ് വേ ആണിത്. ഈ ഗേറ്റ് വേയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് എന്ന കോളത്തിൽ ഇവിടെ കറന്റ് ഡേറ്റ്, കാരണം നമ്മൾ ഓരോ ദിവസത്തെ ഇൻകം ആണല്ലോ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ എക്സ്പെൻസ് ആണല്ലോ രേഖപ്പെടുത്തുക. അതിനുവേണ്ടി ഇവിടെ കറന്റ് ഡേറ്റ് ഇവിടെ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഐറ്റം, നമ്മളൊരു ഇൻകം ആണ് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇൻകത്തിന്റെ ഐറ്റത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് വരുന്നതാണ് അല്ലെ, അപ്പൊ ക്യാഷ് വരുന്ന സോഴ്സ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഐറ്റത്തിൽ സൂചിപ്പിക്കേണ്ടത്. അതേപോലെ എമൗണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നോക്കൂ, നമ്മൾക്ക് ഒരു ഫീ കളക്ഷൻ, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് കരുതുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫീ കളക്ഷൻ ആണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഫീ കളക്ഷൻ, അതിന് ഞാൻ പറഞ്ഞു റെസീറ്റ് നമ്പർ ഇത്ര മുതൽ, ഞാൻ പറയാണ് റെസീറ്റ് നമ്പർ 10 മുതൽ 11 അല്ലെങ്കിൽ 12 വരെയുള്ള റെസീറ്റ് നമ്പറുകളിലുള്ള എമൗണ്ട് ആണ് ഞാൻ ഇൻകം ആയിട്ട് ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പൊ ഫീ കളക്ഷൻ റെസീറ്റ് നമ്പർ 10 മുതൽ 12 വരെ ഒരു 3000 രൂപയാണ് ഇൻകം. ഓക്കെ, ഇത്രയും എൻറ്റർ ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ഇൻകം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, ഈ ഡേറ്റില് ഈ ഒരു ഹെഡില് 3000 എന്നൊരു ഇൻകം രേഖപ്പെടുത്തും ഓട്ടോമാറ്റിക്കലി. നോക്കൂ, ഞാൻ ഇവിടെ ഇൻകം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് താഴെ നോക്കൂ, നമുക്ക് ഇവിടെ എൻട്രി ഫോം എന്ന് പറയുന്ന ഈ ഷീറ്റിന് ശേഷം ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡിസംബർ എന്നുണ്ട് അല്ലെ. അപ്പൊ ഡിസംബർ മാസമാണിത് അല്ലെ. ഞാനിപ്പോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് 2024 ഡിസംബർ 2-നാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിസംബർ മാസത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ എൻട്രി ചെയ്ത അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ടാവും. നോക്കൂ, ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ മന്ത് ഡിസംബർ 2024. കണ്ടോ, എക്സ്പെൻസ് സൈഡ് ഇത്രയും, ഇൻകം സൈഡ് ഇതും. അതേപോലെ ഇവിടെ നമ്മൾ ഈ ഡേറ്റ്, എക്സ്പെൻസ് ഡേറ്റ്, ഓരോ എക്സ്പെൻസ് സംഭവിച്ച അതിന്റെ ഡേറ്റ് ഇവിടെ രേഖപ്പെടുത്തും ഓട്ടോമാറ്റിക്കലി. എക്സ്പെൻസ് ഹെഡ്സ്, എന്താണ് എക്സ്പെൻസ് ചെയ്തിരിക്കുന്നത്, എക്സ്പെൻസ് എമൗണ്ട്. അതേപോലെ ഇൻകം സൈഡിൽ നോക്കൂ, ഇൻകം ഡേറ്റ്, ഇൻകം ഹെഡ്സ്, അതുപോലെ തന്നെ എമൗണ്ട്. ഇപ്പൊ നമ്മൾ എൻറ്റർ ചെയ്ത എമൗണ്ട് ഇവിടെ വന്നു. 2/12/2024 നമ്മൾ എൻറ്റർ ചെയ്ത ഇൻകം ഹെഡ്സിൽ എന്താണ്, ഫീ കളക്ഷൻ അല്ലെ. ഇവിടെ നമുക്കിവിടെ ഇത് സൈസില്ലാത്തോണ്ട് ഇത്തിരി സൈസ് കൂട്ടാം. നോക്കൂ, 10 മുതൽ 12 വരെയുള്ള റെസീപ്റ്റില് 3000 റുപ്പീസ് ആണ് അവിടെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, അപ്പൊ നമ്മൾ എൻറ്റർ ചെയ്ത ഇൻകം ഇവിടെ എത്തി അല്ലെ. അതേപോലെ നോക്കൂ, ആ ഇൻകം വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ, ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ ഞാൻ എൻറ്റർ ചെയ്ത കുറെ ഇൻകംസും എക്സ്പെൻസും ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ എന്ന കോളത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. ഇൻകം ആയാലും എക്സ്പെൻസ് ആയാലും ഏതാണോ കൂടുതൽ അതായിരിക്കും രണ്ട് സൈഡിലും ടോട്ടൽ എന്ന് പറഞ്ഞു കാണിക്കുക. ഇൻകംസ് ആണ് കൂടുതലെങ്കിൽ രണ്ട് സൈഡിലും ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് ആവും കാണിക്കുക. എക്സ്പെൻസ് ആണെങ്കിൽ ഈ സൈഡിലും ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാം 8000, 9000, അതുപോലെ 200. അപ്പൊ 17200 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഇൻകത്തിൽ വന്നതോ 3, 2, 500, 8, 500, 10, 11,
14, 15, 16, 17 വന്നിട്ടുള്ളൂ അല്ലെ. ഏകദേശം ഏറ്റവും കൂടുതൽ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെയാണ് അല്ലെ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എക്സ്പെൻസിന്റെ ഈ ഒരു എമൗണ്ട് ആണ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ പ്രത്യേകത ഇതാണ്. ഇൻകം ആണോ എക്സ്പെൻസ് ആണോ കൂടുതൽ, അതായിരിക്കും ടോട്ടലിൽ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ. ഇനി എക്സ്പെൻസ് സൈഡിലാണ് കൂടുതലെങ്കിൽ ഇൻകം സൈഡിലുള്ള ആ സമ്മ് കുറച്ചതിന് ശേഷം അത് ആയിരിക്കും ഈ സൈഡിൽ ലോസ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഓക്കെ. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ലോസ് ആണ് ഇപ്പൊ സംഭവിച്ചത്, ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? ഈ എക്സ്പെൻസ് എമൗണ്ടിൽ നിന്നും ഈ ഇൻകം എമൗണ്ട് കുറച്ചിട്ട് ഇവിടെ ലോസ് എന്ന് കാണിക്കും, എന്നിട്ട് ഇവിടെ ആ ഫിഗർ കാണിക്കും. ഇനി പ്രോഫിറ്റ് ആണെങ്കിലോ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ പ്രോഫിറ്റ് എന്ന് കാണിക്കും, എക്സ്പെൻസ് സൈഡിൽ പ്രോഫിറ്റ് എന്ന് കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഈ എമൗണ്ട് കുറച്ച എമൗണ്ട് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ ലോസ് ആയിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും സംഭവിക്കുക. ഇതാണ് ഇവിടെ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ നോക്കൂ, ഈ ഒരു സാധനം, ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്, ഈ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻകം എൻ്റർ ചെയ്തു, ഇതേപോലെ നമുക്കൊരു എക്സ്പെൻസ് കൂടെ എൻ്റർ ചെയ്യാം. ഓക്കെ. നമുക്കൊരു എക്സ്പെൻസ് എൻ്റർ ചെയ്യാം. നമുക്കൊരു സ്റ്റേഷനറി ഓക്കെ. തന്നെ എമൗണ്ട് ഞാൻ എൻ്റർ ചെയ്യുന്നത് ഒരു 100 രൂപ. ഓക്കെ. അതെന്താണ്? എക്സ്പെൻസ് ആയിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എക്സ്പെൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നോക്കൂ, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുത്ത് നോക്കൂ. നമ്മൾക്ക് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. എത്ര രൂപയാ നോക്കൂ? 2/12/24 സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് 100 രൂപ കണ്ടോ. അപ്പൊ ആ എമൗണ്ട് കൂടെ ഇവിടെ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. 17,300 ടോട്ടൽ വന്നിട്ടുണ്ട് എക്സ്പെൻസ്. അതിൽ നിന്ന് ഇൻകം കുറച്ചു. അപ്പൊ എന്താണ്? 800 രൂപ എക്സ്പെൻസ് ആണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്ഥാപനം ഇപ്പൊ എന്തിലാ പോണത്? ലോസിലാണ് പോണത്. മനസ്സിലായി അല്ലെ? ഇനി നമുക്ക് വീണ്ടും ഒരു ഇൻകം എൻ്റർ ചെയ്ത് നോക്കാം. നമുക്ക് എൻ്റർ ചെയ്യുന്ന ഇൻകം കൂടുതലാക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ ഐറ്റം എന്നുള്ളിടത്തിൽ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എൻട്രി കൊടുക്കാം. ദെൻ അതിനുശേഷം നമ്മളൊരു 5,000 രൂപ ക്യാഷ് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ അതിനെ ഇൻകം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ട് അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോക്കൂ, ക്യാഷ് 5,000. അപ്പൊ നോക്കൂ, നമ്മുടെ കമ്പനി എന്തിലായി? പ്രോഫിറ്റിലായി. കാരണം ഏറ്റവും കൂടുതൽ ഇൻകം സൈഡാണ് അല്ലെ. ടോട്ടൽ എത്ര? 21,500 രൂപയുണ്ട് അല്ലെ. ഇവിടെ ഉള്ളത് അതിൽ നിന്ന് ലെസ് ചെയ്തപ്പോ കൂടുതൽ ഈ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ കമ്പനിയിൽ എന്താണ്? പ്രോഫിറ്റ് കണ്ടോ. പ്രോഫിറ്റ് 4,200 രൂപ ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര എൻട്രി നമ്മൾ എൻ്റർ ചെയ്താലും അത് താഴെ താഴെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കോളും. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഡിസംബർ എന്ന് പറയുന്ന മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നമ്മൾ എൻട്രി ഫോമിൽ നമ്മൾ ഒരു മാക്രോ പുതിയതായിട്ട് സെറ്റ് ചെയ്യാം. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. എന്നിട്ട് നോക്കൂ, നമുക്ക് ഇവിടെ മറ്റൊരു മാസത്തത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ജാനുവരി മാസത്തേക്കുള്ളത് കണ്ടോ. അപ്പൊ എന്ത് ചെയ്യും? ജാനുവരി മാസം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്കാവും എൻട്രി പോവുക. ഓക്കെ. അതേപോലെ ഈ ജാനുവരി കഴിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഫെബ്രുവരി കൂടെ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ മാസം കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മൾ എൻട്രി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഇൻകംസും അതുപോലെ എക്സ്പെൻസും എന്ത് ചെയ്യും? അതാത് മാസത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാന്നുള്ളത് വളരെ തുടക്കം മുതൽ, ഇതിന്റെ ഡിസൈനിങ് മുതൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ. നമ്മൾക്കൊരു ന്യൂ ഷീറ്റ് എടുക്കാം. ഓക്കെ. ഷീറ്റിന്റെ പേര് നമുക്ക് മാറ്റാം. ഷീറ്റ് 1 എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോം എന്ന് നമുക്കതിന് പേര് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ അതിന് പേര് കൊടുത്തു. ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോം എന്ന് നമ്മൾ ആ ഷീറ്റിന് പേര് കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫസ്റ്റ് എൻട്രി ഫോം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. നോക്കൂ, നമ്മുടെ എൻട്രി ഫോമിന്റെ ഫോർമാറ്റ് നോക്കൂ. ഏറ്റവും ടോപ്പിലായിട്ട് മോറാൻ വ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻകം ആൻഡ് എക്സ്പെൻസ്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു രൂപം നമുക്ക് തയ്യാറാക്കാം. ഓക്കെ. ഇതിനുവേണ്ടി ഞാൻ ഷീറ്റ് ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ മോർ ആൻഡ് വ്യൂ PVT ലിമിറ്റഡ്, നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത ലൈനിൽ നമ്മൾ കൊടുക്കുന്നു
ഇൻകം ഓർ എക്സ്പെൻസ് എൻട്രി, ഇതാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഷീറ്റിൽ പേര് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾക്കൊരു ലൈൻ ഞാൻ അവിടെ ബ്ലാങ്ക് വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ആദ്യം ഞാൻ ഡേറ്റ് എന്ന് കൊടുത്തു. ആദ്യം നമുക്ക് ഡേറ്റ് ആണ് എൻട്രി ചെയ്യേണ്ടത്. ഇതിനൊരു ലൈൻ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഐറ്റം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർട്ടിക്കുലേഴ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ലൈൻ ബ്ലാങ്ക് വിടുക. അതിനുശേഷം നമ്മൾക്ക് എമൗണ്ട് ഇത്രയാണ് നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഞാനിതിന്റെ സൈസ് ഒന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഡേറ്റ്, അതുപോലെ ഐറ്റം, കൺട്രോള് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ സെല്ലിൽ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഓരോ സെല്ലിൽ സെലക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന്റെ ഫോണ്ട് ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഞാൻ കൊടുക്കുന്നത് ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ട് കൊടുത്തു. അതുപോലെ നമുക്ക് അതിന്റെ സൈസ് ഇത്തിരി കൂട്ടി കൊടുക്കണമെങ്കിൽ സൈസ് ഇത്തിരി കൂട്ടി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിന്റെ കോളം വിഡ്ത്ത് കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്കൊരു സെല്ല്, നമുക്ക് ഇവിടെ ഒരു സെല്ല് വിടാം. ഞാൻ ഇതിന്റെ വിഡ്ത്ത് കുറച്ച് കൊടുക്കുകയാണ്, കുറച്ചൊരു ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു കോളത്തിന് ഇത്തിരി സൈസ് കൂട്ടി കൊടുക്കും. ഓക്കെ, നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു ഫോർമാറ്റിലുള്ള ഡാറ്റ തന്നെ ആക്കാം. അതായത് ഫോണ്ട് സൈസും ബോൾഡൊക്കെ ആക്കിയിട്ട് മാറ്റണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫോർമാറ്റ് പെയിന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനും ഈ ഫോർമാറ്റ് കൊടുക്കാം, ഇതിന് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ സെല്ലിന് എന്ത് വേണം, ഇതിന്റെ ഫോർമാറ്റ് തന്നെ കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെല്ല് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് വീണ്ടും നമുക്ക് ഇതന്നെ സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിന്റർ എടുക്കാം, എന്നിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായോ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന്? അപ്പൊ നോക്കൂ, ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കൂ, അപ്പം മനസ്സിലാവും. കണ്ടോ, അതായത് ഈ സെല്ലിന്റെ അതേ ഫോർമാറ്റ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്താണ് ഫോർമാറ്റ് പെയിന്റർ ഉപയോഗിച്ചിട്ട്. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഈ സെല്ലുകൾ ഇതിന്റെ ഇടയിൽ ഈ ഗ്യാപ്പിൽ ഓരോ സെല്ല് ഇട്ടില്ലേ, ആ സെല്ലുകളെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാം. കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആ സെല്ലുകൾ ഇങ്ങനെ സെലക്ട് ആവും. നമുക്ക് അതിന്റെ റോ വിഡ്ത്ത് ഹൈറ്റ്, നമുക്ക് റോ ഹൈറ്റ് ലേശം കുറച്ച് കൊടുക്കാം. അപ്പൊ അത് 15 ആണ്. നമുക്കൊരു 4 മതി. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ്, 4 വേണ്ട, ഇത്തിരിയും കൂടെ കുറച്ച് കൊടുക്കാം. നമുക്ക് റോ ഹൈറ്റ് എടുത്തിട്ട് 2 മതി. ഓക്കെ, 2 ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ സെല്ലുകൾക്കൊക്കെ ഓരോ കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൽ വയലറ്റ് കളർ ഫില്ല് ചെയ്യാം. അതുപോലെ ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, വയലറ്റ് കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടിന്റെ ഫോണ്ട് കളർ നമുക്ക് എന്ത് ചെയ്യാം, വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, വൈറ്റ് കളർ കൊടുത്തു. നമുക്ക് ഈ ടെക്സ്റ്റിനെ ഇത്തിരി ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ അലൈൻമെന്റ് ഗ്രൂപ്പിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇൻക്രീസ് ഇൻഡന്റ്, ഇൻഡന്റ് കൂട്ടി കൊടുക്കും. ഓക്കെ, അതേപോലെ നമുക്ക് ഐറ്റം എന്ന് പറയുന്ന സെല്ലിന് നമുക്കൊരു കളർ കൊടുക്കാം. അതിന് നമുക്കൊരു ഈ കളർ കൊടുക്കാം. ലെറ്റേഴ്സിന് വൈറ്റ് കളർ കൊടുക്കാം. അതേപോലെ നമുക്ക് ഇൻക്രീസ് ഇൻഡന്റ് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഈ സെല്ലുകൾക്കും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു കളർ ഫില്ല് ചെയ്യാം. ഒരു ലൈറ്റ് കളർ കൊടുക്കാം. അവിടെ എൻട്രി ചെയ്യുന്ന സ്ഥലമല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ലൈറ്റ് കളേഴ്സ് കൊടുക്കാം. ഓക്കെ, ലൈറ്റ് കളർ കൊടുത്തു. അതുപോലെ ഇതിനും നമുക്കൊരു ലൈറ്റ് കളർ കൊടുക്കാം. ഇതിന് നമുക്ക് സെയിം ലൈറ്റ് കളർ കൊടുക്കാം. അതുപോലെ ഇതിന് നമുക്ക് മറ്റൊരു ലൈറ്റ് കളർ കൊടുക്കാം. ഇതിന് ഈ ലൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന സെല്ലുകളെ സെറ്റ് ചെയ്തു അല്ലേ? ഓക്കെ, അതിനുശേഷം ഈ ഗ്യാപ്പിലുള്ള ഈ സെല്ലിനെ എങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മെർജ് ആൻഡ് സെന്റർ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അത് ഒരൊറ്റ സെല്ലിലേക്ക് മാറും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാട്ടോ അത് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് അവിടെ ഒരു ആവശ്യമൊന്നുമില്ല. നമുക്കത് കുറച്ചും കൂടെ ലെസ് ചെയ്ത് കൊടുക്കാം. അതിന്റെ ആ സൈസ് കുറച്ചുകൂടെ കുറച്ച് കൊടുക്കാം. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തുന്നുണ്ട് കേട്ടോ, നമ്മുടെ അട്രാക്ഷന് വേണ്ടിയിട്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അതുപോലെ നമുക്ക് മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന ഈ സെല്ലുകൾ, ഈ 2 സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മെർജ് ചെയ്യാം. ഓക്കെ, ഒറ്റ സെല്ലായിട്ട് മാറ്റാം. ഓക്കെ, അതിന്റെ ഫോണ്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം, ഏരിയൽ ബ്ലാക്ക്. ഓക്കെ, ഏരിയൽ ബ്ലാക്ക് ആക്കി നമുക്കത് ഇത്തിരി കൂടെ സൈസ് കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്കത് സൈസ് കൂട്ടി. ഓക്കെ, നമുക്കത് കൊള്ളുന്നില്ല. അപ്പൊ നമുക്കത് ഇത് ഇത്തിരിയും കൂടെ കോളത്തിന് ഇത്തിരിയും കൂടെ വിടുത്ത് കൂട്ടി കൊടുക്കാം.
നമുക്ക് അതിനൊരു കളർ ഫില്ല് ചെയ്യാം. നമുക്ക് അതിനൊരു വയലറ്റ് കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, അതിന്റെ ലെറ്റേഴ്സിന് വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇനി ഇൻകം ആൻഡ് അല്ലെങ്കിൽ ഇൻകം ഓർ എക്സ്പെൻസ് എൻട്രി എന്നുള്ളത് ഇത് നമുക്ക് മാരേജ് ചെയ്തെടുക്കും. ഓക്കെ, അതിന്റെ ഫോണ്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. ഇനി അതല്ല നമുക്ക് ഇതന്നെ മതിയെങ്കിൽ ഇതന്നെ വെക്കാം. നമുക്ക് അതിന്റെ സൈസ് ഇത്തിരി കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇതിന് നമുക്ക് ഒരു കളർ ഫില്ല് ചെയ്യാം. നമുക്കൊരു ഡാർക്ക് കളർ ഫില്ല് ചെയ്യാം. നമുക്ക് അതിന്റെ ഫോണ്ട് കളർ വേണമെങ്കിൽ ഒരു യെല്ലോ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു സെല്ല്, ഈ ഒരു റോയുടെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലെസ് ചെയ്യാം. നമുക്ക് ഇവിടെ ചെറിയൊരു സെപ്പറേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വെച്ചത്. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് സെല്ലുകൾ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട്, കാണാൻ സാധിക്കുന്നുണ്ടാവില്ല, ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മെർജ് ചെയ്യും, സെല്ലാക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ലൈൻ അങ്ങനെ കാണും. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മൾ നമ്മുടെ എൻട്രി ഫോം ഒക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. നമുക്കിതിൽ രണ്ട് ബട്ടൺസ് ആണ് ആവശ്യം അല്ലെ. നമുക്ക് ഇൻകം എന്ന് പറയുന്ന ഒരു ബട്ടണും എക്സ്പെൻസ് എന്ന് പറയുന്ന ബട്ടണും. അപ്പൊ നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇൻസേർട്ട് മെനു എടുക്കാം. ഇൻസേർട്ട് മെനുവില് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഷേപ്സ് ഉണ്ട് അല്ലെ. ഈ ഷേപ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഇതിൽ ഏതെങ്കിലും ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ബട്ടണായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഷീറ്റിലെ ബട്ടൺ വരയ്ക്കാം. നോക്കൂ, ഇപ്പൊ ഇവിടെ നമുക്ക് ആ ബട്ടൺ വരയ്ക്കാം. ഓക്കെ, ഉള്ളൊരു ബട്ടൺ വരച്ചു. അതിനുശേഷം നമുക്ക് അതിനെ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കി കളയാം. നമുക്ക് ഫില്ല് വേണ്ട എന്ന് പറഞ്ഞു. നമുക്ക് ഷേപ്പ് ഫില്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു കളർ അതിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ഡാർക്ക് ഗ്രീൻ ഞാൻ അതിൽ ഫില്ല് ചെയ്തു. ഓക്കെ, ഔട്ട്ലൈൻ കളറൊക്കെ നമുക്ക് ഒഴിവാക്കാം. നോ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഷേപ്പ് എഫക്റ്റ് എടുക്കാം. ഷേപ്പ് എഫക്റ്റ് എടുത്തിട്ട് നമുക്ക് ഷാഡോ എന്നൊരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഷാഡോ കൊടുക്കാം. ഓക്കെ, നമുക്കൊരു ഷാഡോ ഉള്ളൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെന്ത് വേണം, ഇൻകം എന്ന് പറയുന്ന ബട്ടൺ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഇൻകം എന്ന് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ബട്ടണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ ഇൻകം എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻകം. ഓക്കെ, നമുക്ക് ആ ഇൻകം എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ ഫോണ്ട് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ട് എടുത്തു. അതിനൊരു വൈറ്റ് കളർ നമുക്ക് കൊടുക്കാം. ആ ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, അതിനെ നമുക്ക് സെന്ററിലേക്ക് അലൈൻ ചെയ്യാം. ഓക്കെ, ഇത്തിരി സൈസ് കൂട്ടാം. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് സൈസ് ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ബട്ടണായി. നമുക്കിനി എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടെ വേണം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഒരു കോപ്പി എടുത്താൽ മതി. ഞാൻ Ctrl+C സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ Ctrl+V പ്രസ് ചെയ്തു. അപ്പൊ നമുക്ക് എനിക്ക് അതിന്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇൻകം എന്നുള്ളത് ടെക്സ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എക്സ്പെൻസ് എന്ന് ടൈപ്പ് ചെയ്യാം. എക്സ്പെൻസ്. നമുക്കത് സൈസ് ഇല്ല. അപ്പൊ നമുക്ക് ഇത്തിരി സൈസ് കൂട്ടാം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിനെ ഒന്ന് സൈസ് കൂട്ടാം. അപ്പോഴേ നമുക്ക് അതിനൊരു യൂണിഫോമാലിറ്റി കിട്ടും. ഓക്കെ, നമുക്കിതിനെ ഒന്നിന്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമുക്ക് എക്സ്പെൻസിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ കളർ ചൂസ് ചെയ്യാൻ പറ്റും. നമുക്കതിന് ഒരു വയലറ്റ് കളർ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ബട്ടൺസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിന്റെ അറൗണ്ട് ഇരിക്കുന്ന ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു കോളം, ഇതിനെ നമുക്കൊന്ന് സൈസ് കുറയ്ക്കാം. ചെറിയൊരു സൈസിലാക്കാം. അതേപോലെ ഇതിന്റെ ടോപ്പിലിരിക്കുന്ന ഈ റോ, ആ റോയെ ഞാനൊന്ന് ഹൈറ്റ് കുറയ്ക്കണം. എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതിനെ ചുറ്റുഭാഗമായിട്ട് നമുക്കൊരു എന്താ പറയാ, ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ബോർഡർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ റോയും ഈ ഒരു കോളത്തിന്റെ വിട്ടും നമുക്ക് ഒന്ന് കുറച്ചു കൊടുക്കാം. അതുപോലെ ഈ ബട്ടൺസിനെ നമുക്കൊന്ന് മുകളിലേക്ക് അറേഞ്ച് ചെയ്യാം. ഓക്കെ, കുറച്ച് മുകളിലേക്ക് വയ്ക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാ ഈ ഒരു റോയിനെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചെറുതാക്കാം. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും റോസിനെ ഞാൻ ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്തു. മീൻസ് ഇത്രയും, എന്നിട്ട് അതിനൊന്ന് മെർജ് ചെയ്തു. മെർജ് ആൻഡ് സെന്റർ. ഓക്കെ, ഇനി ഇങ്ങോട്ട് താഴോട്ടുള്ള ഈ റോസിനെയും ഈ ഒരു സെല്ലുകളെയും ഞാൻ താഴെ വരെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഞാൻ മെർജ് ചെയ്തു. ഓക്കെ, നമ്മൾ അടുത്തത് ഇവിടെ
ഇവിടെയുള്ള ഈ ഒരു റോ, ഇതിലുള്ള ഓരോ സെല്ലുകളെയും ഞാൻ സെലക്ട് ചെയ്തു, അതിനെയും ഞാൻ മെർജ് ചെയ്തു. ഓക്കെ, ഇതാ ഇങ്ങോട്ടും ഞാൻ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത ശേഷം ഞാൻ അതിനെ കൂടെ മെർജ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം ഞാൻ മെർജ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെല്ലാം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബോർഡർ കൊടുക്കണം. ഓക്കെ, ഇതിനൊരു ബോർഡർ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ബോട്ടം ബോർഡർ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് അല്ലെ. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തിക്ക് ഔട്ട്സൈഡ് ബോർഡർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വ്യൂ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്നത് അൺടിക്ക് ചെയ്യാം. അപ്പൊ നോക്കൂ, നമ്മുടെ ഷീറ്റിലെ ലൈൻസ് എല്ലാം മതി കേട്ടോ. അപ്പൊ നോക്കൂ, നമ്മൾ ഇവിടെ ഈ റിബണെ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. നോക്കൂ, ഏകദേശം നമ്മളുടെ ഫസ്റ്റ് ഗേറ്റ് വേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ എൻട്രി ചെയ്യാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഡേറ്റ് എന്നുള്ളത് ഡേറ്റ് എൻട്രി ചെയ്യാം അല്ലെ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റം എൻട്രി ചെയ്യാം. അതുപോലെ നമുക്ക് അതിന്റെ എമൗണ്ട് എൻട്രി ചെയ്യാം അല്ലെ. അപ്പൊ നമ്മുടെ വർക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്, നമുക്കിനി വേണ്ടത് ഇവിടെ എൻട്രി ചെയ്യുന്ന ഡാറ്റ, അതിന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ടിലേക്ക് നമുക്ക് ഇവിടുന്ന് ഇൻകം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇൻകം സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം. എക്സ്പെൻസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പെൻസ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയതായിട്ട് ഒരു ഷീറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഷീറ്റ് ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും താഴെയായിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഈ ഷീറ്റിന്റെ പേര് കൊടുക്കുവാണ്, റീനെയിം ചെയ്യുകയാണ്. ഇനി ആ പേര് കൊടുക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡിസംബർ. അപ്പൊ നമുക്ക് ഇത്രേ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എക്സ്പെൻസ് മതി. അതിനുശേഷം നമുക്ക് ഡിസംബർ 24 എന്ന് കൊടുക്കും. ഓക്കെ, നോക്കൂ, നമ്മുടെ ഷീറ്റിന് നമ്മൾ പേര് റീനെയിം ചെയ്തു, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡിസംബർ 24 അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു പേരിൽ നമ്മളിത് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഏറ്റവും ടോപ്പിലായിട്ട് ഈ റോയിലാണ് ഞാൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഹെഡിങ് കൊടുക്കാം. നമ്മുടെ നേരത്തെ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒന്ന് നമുക്ക് കാണാം, അത് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാം. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഡിസംബർ കേട്ടോ, ഇതിരിക്കുന്നത് എങ്ങനെയാ നോക്കൂ. നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഫോർ ദ മന്ത്, ആ മന്ത് കൊടുത്തു. എക്സ്പെൻസസ് ഇൻകംസ് അല്ലെ, രണ്ട് സൈഡ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഡേറ്റ്, എക്സ്പെൻസ് ഹെഡ്, എമൗണ്ട്, ഡേറ്റ്, ഇൻകം ഹെഡ്, എമൗണ്ട് അല്ലെ, ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഓക്കെ, നമുക്ക് സമയം ലാഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് കോപ്പി ചെയ്ത് കൊണ്ടുപോകാം. കോപ്പി എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ ഇതൊന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് എക്സ്പെൻസ് ഇൻകം ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് എന്താ, എക്സ്പെൻസ് ഡേറ്റ് അല്ലെ. ഈ ഐഫൺ ഡേറ്റ് എന്ന് കൊടുക്കും, എക്സ്പെൻസിന്റെ ഡേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മള് അടുത്തത് എന്താ, എക്സ്പെൻസസ്. അതിനുശേഷം ഈ എമൗണ്ട്, എക്സ്പെൻസ് എമൗണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് ഇൻകം സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഐഫൺ ഡേറ്റ്സ്. അതിനുശേഷം ഇൻകംസ്, അല്ലെങ്കിൽ നമുക്ക് ഇൻകംസ് ഹെഡ് എന്നാണ് കൊടുത്തിരുന്നത്, ഹെഡ്സ് അല്ലെ. അതുപോലെ ഇവിടെ എന്താ പറയേണ്ടത്,
ഐ എമൗണ്ട്. ഓക്കെ, അത്രയും കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പെൻസിന്റെ കൂടെ നമുക്ക് ഹെഡ് എന്ന് കൊടുക്കാം. ഹെഡ്സ് നമ്മൾ എക്സ്പെൻസ് എന്നുണ്ട്. എക്സ്പെൻസസ് ഹെഡ്സ് വേണ്ട, എക്സ്പെൻസ് ഹെഡ്സ്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് സൈസ് കൂട്ടി കൊടുക്കാം. അപ്പൊ ഡേറ്റ് നമുക്കൊന്ന് അതിൻ്റെയൊക്കെ വിഡ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, എക്സ്പെൻസ് ഹെഡ്സ് ഒക്കെ നമുക്ക് ഇത്തിരി നല്ല വിഡ്ത്ത് കൊടുക്കേണ്ടി വരും, കാരണം നമുക്ക് കുറെ എൻട്രി ചെയ്യാനുണ്ടാവും. അതുപോലെ എമൗണ്ട്, അതുപോലെ ഡേറ്റ്, ഇൻകം ഹെഡ്സ്, എമൗണ്ട്. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഹോം ടാബിൽ വന്നിട്ട് നമുക്ക് അതിന്റെ ഫോണ്ട് ഒന്ന് മാറ്റാം. ഏരിയൽ ബ്ലാക്ക് ഫോണ്ട് കൊടുത്തു. നമുക്ക് ഏതെങ്കിലും കോളത്തിന് വിഡ്ത്ത് കുറവുണ്ടെങ്കിൽ നമുക്ക് ആ വിഡ്ത്തൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിനൊരു ഓരോത്തിനും ഓരോ കളർ കൊടുക്കാം. ഇതില് ഇവിടെ കൊള്ളുന്നില്ല, നമുക്ക് ഇത്തിരി സൈസ് കുറച്ച് കൊടുക്കാം. ഓക്കെ, 14. നമുക്ക് ഇതൊന്ന് കോളം വിഡ്ത്ത് ഇത്തിരി കൂടെ കൂട്ടി കൊടുക്കാം. നമുക്ക് ഓക്കെ, നമുക്ക് ഇതിന്റെയൊക്കെ ഫോണ്ട് ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു റോ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞു, ഒരു എൻറ്റയർ റോ എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമുക്ക് റോ വേണ്ടത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് എൻറ്റയർ റോ എന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ റോ വന്നിട്ടുണ്ട്. ഈ റോയിലെ കളറൊക്കെ ഞാനൊന്ന് ഒഴിവാക്കാം. അവിടെ ഫില്ല് ചെയ്ത കളറൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ അവിടെ നോ ഫില്ല് എന്ന് പറയും. ഒന്നുമില്ല, നമുക്ക് അവിടെ ഒരു സെപ്പറേഷൻ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ റോയുടെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സെപ്പറേഷൻ, ചെറിയൊരു സെപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഡേറ്റ്, അതുപോലെ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കളറുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഓരോ കളേഴ്സ് ഫില്ല് ചെയ്യാം. ഓക്കെ, അതിന്റെ ഫോണ്ട് കളറ് നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് നിങ്ങളുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മള് എക്സ്പെൻസിന് കൊടുത്തു, ഈ ഡേറ്റ് കൊടുത്തു, എമൗണ്ട് കളറൊക്കെ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിനൊരു ഗ്രീൻ കളർ കൊടുക്കാം. അതുപോലെ എമൗണ്ടിന് ഇവിടെ നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. അതുപോലെ ഇൻകത്തിന് നമുക്ക് കളർ മാറ്റി കൊടുക്കാം. കൊടുത്തു. അതുപോലെ ഡേറ്റ് നമുക്ക് വയലറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെയും ഫോണ്ട് നമ്മൾ വൈറ്റ് കളറിന് കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഈ ബ്ലാക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഏത് കളറാണോ ബെറ്റർ ആ കളർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ശേഷം നമുക്ക് ഇതൊന്ന് സെന്ററിലേക്ക് അലൈൻ ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ സെന്റർ അലൈൻമെന്റ് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളത് നോക്കാം. നമുക്ക് ഇവിടെയൊക്കെ ഓരോ കോളത്തിനും സെയിം കളർ, ലൈറ്റ് കളറുകൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കത് നമ്മുടെ ഷീറ്റിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഷീറ്റിൽ നമ്മൾ വന്നു. ശേഷം നമുക്ക് 2 സെല്ലുകൾ, 3 സെല്ലുകൾ എടുക്കാം. 3 സെല്ലുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. ലൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, അതുപോലെ എക്സ്പെൻസ് സൈഡിൽ നമുക്ക് ലൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ എമൗണ്ട് സൈഡിൽ നമുക്ക് ലൈറ്റ് കൊടുക്കാം. ഈ സെയിം കളർ തന്നെ നമുക്ക് ഇൻകം സൈഡിൽ നമുക്ക് കൊടുക്കാം. ഒരു ലൈറ്റ് ഗ്രീൻ. ഓക്കെ, നമുക്ക് ഈ ലൈറ്റ് ഗ്രീൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ എമൗണ്ട് സൈഡിൽ കൊടുക്കാം. 3 സെല്ലുകളെ ഞാൻ 3 റോയെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. 3 റോയിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇതിനെ ടേബിളായിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം
നമ്മൾ പിന്നീട് എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ഓരോ സെല്ലുകളിലേക്ക് അത് വന്നോളും. ഓക്കെ, നമുക്ക് ഇത്രയും മതി, 3 സെല്ലുകൾ മതി. ഇതിനെ ടേബിൾ ആയിട്ട് നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ ഓരോ റോയും ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ റോയിലേക്കൊക്കെ ഈ കളർ ഇങ്ങനെ ഫില്ലായിട്ട് പോയിക്കോളും. ഓക്കെ, ഇതിന് നമുക്ക് ലൈനും കൂടെ കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് ഇതിന്റെ ഔട്ട് ലൈനും ഒന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബോർഡേഴ്സ്, ഓൾ ബോർഡേഴ്സിന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഓരോ സെല്ലുകൾക്കും ബോർഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇതിന്റെയൊക്കെ ഫോണ്ട് കളർ ബ്ലാക്ക് തന്നെയാണ്. നമുക്ക് ഇതിന്റെയൊക്കെ ഫോണ്ട് നമുക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊക്കെ ഫോണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഏരിയൽ ബ്ലാക്ക് ആണ്. ഏരിയൽ ബ്ലാക്ക്. അതുപോലെ അതിന്റെ സൈസ് നമുക്ക് 12 സൈസ് ആയിട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലെ, നമുക്ക് കാണാൻ ഉള്ള സൈസ് ഉണ്ടല്ലോ. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു. ഇത്രയും ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ ടോപ്പിൽ ഒരു ഇതും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലോ. എന്താണ് മോർ ആൻഡ് വ്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമുക്കൊരു ഹെഡ് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഫോണ്ടൊക്കെ മാറ്റിയെടുക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് അതിനൊന്ന് മെർജ് ആൻഡ് സെന്റർ കൊടുക്കാം. നമുക്ക് അതിന്റെ ഫോണ്ടൊക്കെ മാറ്റണമെങ്കിൽ ഫോണ്ടൊക്കെ മാറ്റി കൊടുക്കാം. ഏരിയൽ ബ്ലാക്ക് ആകുമ്പോൾ നല്ല സൈസിൽ കാണും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഏരിയൽ ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. റോ കൂടെ ഞാൻ മേലെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് കളർ കൂടെ ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ഡാർക്ക് കളർ ഫില്ല് ചെയ്യാം. ഓക്കെ, ഇത് നമുക്കൊരു ടെക്സ്റ്റ് കളർ, ഒരു യെല്ലോ കളർ കൊടുക്കാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ഇത്രയും കൂടെ സൈസ് കൂട്ടുകയൊക്കെ ചെയ്യണമെങ്കിൽ സൈസ് ഒക്കെ കൊടുക്കാം. ഓക്കെ, നോക്കൂ, മൊറാൻ വ്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഫോർ ദ മന്ത് ഡിസംബർ 2024. കണ്ടോ, നമ്മൾ വളരെ ഈസി ആയിട്ട് സാധനം ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇപ്പൊ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ നമ്മളൊരു ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഭാഗമൊന്നും സെലക്ട് ചെയ്യേണ്ട, ഇത്രയും ഭാഗങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്യാം. ഈ കളർ കൊടുത്തിട്ടുള്ള ഇത്രയും 3 റോയും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങോട്ടൊന്നും സെലക്ട് ചെയ്യേണ്ട കേട്ടോ. ഇതിനെ മാത്രം നമുക്ക് ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ടേബിൾ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ടേബിളിൽ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഓക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ടേബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു സെല്ല്, ഒരു റോയും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് വെച്ചാൽ ഈ ടേബിളിൽ ഒരു റോയെ കൂടെ നമുക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കൂ, ഇവിടെ കണ്ടോ നിങ്ങളൊരു ചെറിയൊരു നീല കളറിലെ ആ മൂലക്കിൽ നമുക്കൊരു സാധനം കാണാൻ പറ്റും. നമുക്ക് ചെറിയൊരു ബോക്സ് കാണാൻ പറ്റും അല്ലെ. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആരോ മാർക്കരിങ് കാണാം, 2 സൈഡിലും ഹെഡായിട്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പൊ നോക്കൂ, നമുക്ക് ഒരു റോ കൂടെ എന്തായിട്ടുണ്ട്, താഴോട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമ്മൾ ഒരു റോയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊത്തം 4 റോ ഇവിടെ വരണം. ഓക്കെ, നമ്മുടെ ടേബിളിൽ അപ്പൊ 4 റോ വന്നു. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കണ്ടത് എന്തായിരുന്നു, ഇവിടെ ടോട്ടലിന് കണ്ടിരുന്നു അല്ലെ. അതായത് ടോട്ടൽ ഇവിടെ ഉണ്ടായിരുന്നു ടോട്ടൽ അല്ലെ. നമ്മൾ ടോട്ടലിനെ കുറിച്ച് നേരത്തെ സംസാരിക്കുകയുണ്ടായി. ടോട്ടൽ എന്താണ്, അതായത് ഇൻകം സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഫിഗേഴ്സ് വന്നതെങ്കിൽ അതായിരിക്കും ഇവിടെയും ടോട്ടൽ വരിക. ഇനി അതല്ല എക്സ്പെൻസ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഫിഗേഴ്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫിഗേഴ്സിന്റെ സമ്മായിരിക്കും ഇവിടെയും ടോട്ടൽ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ 2 സ്ഥലത്തും ടോട്ടൽ വരും. അപ്പൊ ഈ ടോട്ടൽ വരുന്നത് ഏറ്റവും കൂടുതലുള്ള വാല്യൂ എവിടെയാണോ അതായിരിക്കും നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ ടോട്ടലിനെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുല എൻറ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇഫ് അതുപോലെ സമ്മ് 2 ഫംഗ്ഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ ആദ്യം തന്നെ ഈക്വൽ ഇഫ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇഫിന്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ പറയാണ് ഇൻകം സൈഡിലുള്ള എമൗണ്ട് ഈ 2 സെല്ല് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ സെല്ല് നമുക്ക് വേറെ ആവശ്യത്തിന് വേണം. ഓക്കെ, അപ്പൊ ഈ 2 സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ഈ സൈഡിലുള്ള വാല്യൂ അതിന്റെ സമ്മ്. ഓക്കെ, അപ്പൊ നമ്മൾ സമ്മ് കിട്ടണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക,
സം ഓഫ് ഈ രണ്ട് സെല്ലുകൾ. ഓക്കെ, H7 മുതൽ H8 വരെയുള്ള ഈ രണ്ട് സെല്ലുകൾ. ഓക്കെ, സമ്മിന്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറയുന്നു ഗ്രേറ്റർ ദാൻ. അപ്പൊ ഇതിനേക്കാൾ വലുതാണ് ഇവിടെ ഉള്ള വാല്യൂ, അതാണ് നമ്മൾ പറയാൻ പോണത്. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് സം ഓഫ് എന്ന് പറയുന്നു ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം സമ്മിന്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോ ഇവിടെയുള്ള വാല്യൂവിനേക്കാൾ ഇതാണ് ഏറ്റവും വലുത് ഏതിനേക്കാൾ? ഇതിനേക്കാൾ എങ്കിൽ, അതായത് ഇൻകം ആണ് കൂടുതലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? കോമ ഇട്ടിട്ട് നമ്മൾ പറയുന്നു എന്ത് ചെയ്യണം? ഇതിന്റെ സം ആയിരിക്കണം ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ എന്താ പറയാ? സം ഓഫ് എന്ത് പറയുന്നു? ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഏതാ കാണിക്കേണ്ടത്? ഇവിടുത്തെ സമ്മ് അല്ലെ? അപ്പൊ നമ്മൾ പറയുന്നു സം ഓഫ് എന്താ? ഇവിടുത്തെ സം. ഓക്കെ, ദെൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇഫ് ഫംഗ്ഷൻ ക്ലോസ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് വലിയ ലൈൻ ആയതുകൊണ്ട് നമുക്ക് കാണാതെ ആയതാണ്. അപ്പൊ ഓക്കെ അല്ലേ? ഇതാ അപ്പൊ നോക്കൂ. അപ്പൊ നമ്മൾ ഇഫ് സം ഓഫ് H7 കോളൻ H8 ഗ്രേറ്റർ ദാൻ സം ഓഫ്, കണ്ടോ? നമ്മൾ എല്ലാ സാധനം കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിനുശേഷം എൻ്റർ അടിച്ചോളൂ. നമുക്ക് ഇവിടെയൊക്കെ 0 വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഈ 0 അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നമ്മൾ അടുത്തത് ഇതേ ഇക്വേഷൻ തന്നെ നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ കൊടുത്ത ഇക്വേഷൻ നമുക്ക് ഇവിടെ കാണാം. കണ്ടോ? ഇഫ് കണ്ടോ? നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെ ഇവിടെ കൊടുക്കാം. എന്താ കൊടുക്കുന്നത്? ഈക്വൽ ഇഫ് ദെൻ ഓപ്പൺ ബ്രാക്കറ്റ്. എന്നിട്ട് നമ്മൾ പറയുന്നു ഇവിടത്തെ ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട്, സോറി, ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? സം ഫംഗ്ഷൻ. സം ഓഫ് ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്യാം. സം ഫംഗ്ഷൻ ക്ലോസ്. ഗ്രേറ്റർ ദാൻ എന്താണ്? സം ഓഫ് നമ്മള് ഈ രണ്ട് സെല്ലുകൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ക്ലോസ്. അപ്പോ ഇവിടെ ഉള്ള ഇതിന്റെ സമ്മ് ഇതിനേക്കാൾ വലുതാണെങ്കിൽ എന്താ നമ്മൾ പറയേണ്ടത്? ആണെങ്കിൽ നമ്മൾ പറയുന്നു സം ഓഫ് ഈ രണ്ട് സെല്ലിലെ വാല്യൂ സം ചെയ്യാം. ഓക്കെ, അല്ലെങ്കിലോ സം ഓഫ് എന്ത് പറയാം? ഈ രണ്ട് സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സം ഫംഗ്ഷൻ ക്ലോസ്. ഇഫ് ഫംഗ്ഷൻ ക്ലോസ്. ഓക്കെ, എന്റർ ചെയ്യാം. നോക്കൂ, 0 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വന്ന് 0 ഒന്ന് ഇത്തിരി സെല്ലിലെ 0 ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം നമുക്ക് അവിടെ നിന്ന് ഇക്വേഷൻ ആവശ്യമില്ല, ഇവിടെ മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി നോക്കൂ, നമുക്ക് വെറുതെ ഒരു വാല്യൂ അടിച്ചു നോക്കാം. ഇവിടെ 100 അടിച്ചു കേട്ടോ. ഓട്ടോമാറ്റിക്കലി നോക്കൂ, രണ്ട് സൈഡിലും വന്നു 100. ഇനി നമുക്ക് ഇവിടെ ഒരു 500 അടിക്കാം. 500 എൻ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോക്കൂ, നമുക്ക് 500 ആണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ എവിടെയാണോ വന്നത് ആ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെങ്കിൽ, ഓക്കെ, പ്രോഫിറ്റ് ആണ് നമ്മളുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നതെങ്കിൽ നമ്മൾക്ക് എക്സ്പെൻസ് സൈഡിൽ നമുക്കിവിടെ പ്രോഫിറ്റ് എന്ന് കാണിക്കണം. ഓക്കെ, അതായത് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണ് സംഭവിച്ചതെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻസ് സൈഡിൽ ഇവിടെ എന്ത് കാണിക്കണം? പ്രോഫിറ്റ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഇനി ലോസ് ആണെങ്കിലോ? ലോസ് ആണെങ്കിൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഇൻകം സൈഡിൽ ഇവിടെ ലോസ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടും സംഭവിക്കും അല്ലെ? ചിലപ്പോൾ പ്രോഫിറ്റ് ആവും, ചിലപ്പോൾ ലോസ് ആവും. അപ്പൊ നമ്മൾ രണ്ടിനും ഇക്വേഷൻ കൊടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആണെങ്കിലുള്ള ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ എക്സ്പെൻസ് സൈഡിലാണ് വരിക അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ സെല്ലിലാണ് നമുക്ക് വരേണ്ടത്. സെലക്ട് ചെയ്തിട്ട് ഈക്വൽ ഇഫ് എന്നിട്ട് നമ്മൾ പറയാണ് സം ഓഫ് ഇവിടെ ഉള്ള വാല്യൂ ആണ് കൂടുതലെങ്കിൽ അല്ലെ? അപ്പൊ സം ഓഫ് ഈ സെല്ലുകൾ സെലക്ട് ചെയ്തു. ഇതാണ് ഗ്രേറ്റർ ദാൻ ഏതിനെക്കാട്ടിലും? സം ഓഫ് ഇവിടെ ഉള്ള വാല്യൂ അല്ലെ? ഈ രണ്ട് സെല്ലിലെ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കണേ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു മെസ്സേജ് വരികയാണ് വേണ്ടത് അല്ലെ? എന്താ മെസ്സേജ് വരേണ്ടത്? പ്രോഫിറ്റ് അല്ലെ? ദെൻ ഡബിൾ കൊട്ടേഷനിൽ പ്രോഫിറ്റ് എന്ന് കൊടുക്കുന്നു, ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഒരു മെസ്സേജും വേണ്ട, ഒന്നും വേണ്ടെങ്കിൽ എന്ത് പറയണം? ഡബിൾ കൊട്ടേഷൻ 2 പ്രാവശ്യം അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മുടെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻ്റർ ചെയ്യാം. നോക്കൂ, ഇപ്പൊ ഇവിടെ പ്രോഫിറ്റ് എന്ന് വന്നിട്ടുണ്ട്. കാരണം എന്താ?
ഇവിടെ 500-ഉം ഇവിടെ 100-ഉം ആണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അറിയാം എന്താണ് പ്രോഫിറ്റ് അവിടെ സംഭവിച്ചത് അല്ലെ. ഇനി ഇവിടെ നമുക്കൊന്ന് വാല്യൂ മാറ്റി കൊടുക്കാം. ഇവിടെ 1000 കൊടുത്തു നോക്കാം അല്ലെ. അപ്പൊ എന്താ ഇവിടെ ഒന്നും വന്നിട്ടില്ല. കാരണം എന്താണ് ഇപ്പൊ ലോസാ സംഭവിച്ചത് അല്ലെ. അപ്പൊ ലോസ് സംഭവിക്കുകയാണെങ്കിൽ എന്ത് വേണം? ഇവിടെയാണ് ലോസ് എന്ന് എഴുതി കാണിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനെന്ത് വേണം? ഇവിടെ നമുക്ക് ഇക്വേഷൻ കൊടുക്കണം. എന്ത് പറയാം? ഈക്വൽ ഇഫ് അല്ലെ. ലോസ് സംഭവിക്കണമെങ്കിൽ അല്ലെ നമ്മൾ പറയാ സം ഓഫ് ലോസ് സംഭവിക്കാറാണ് ഇവിടുത്തെ സമ്മ് അല്ലെ. ഇവിടുത്തെ സമ്മ് ഗ്രേറ്റർ ദാൻ അല്ലെ ഏതിനേക്കാളും സം ഓഫ് ഇൻകം സൈഡിലുള്ള സമ്മ് അല്ലെ. ഇതിനേക്കാൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിലാണ് ലോസ് സംഭവിക്കുക അല്ലെ. ആണെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഡബിൾ കൊട്ടേഷനിൽ നമ്മൾ പറഞ്ഞു ലോസ്. ഓക്കെ, ദെൻ ഡബിൾ കൊട്ടേഷൻ ക്ലോസ് കോമ. അല്ലെങ്കിലോ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വെറുതെ 2 ഡബിൾ കൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇഫ് ഫംഗ്ഷൻ ക്ലോസ്. ഓക്കെ, എന്റെ അടിച്ചോളൂ. നോക്കൂ, ഓൾറെഡി ലോസ് വന്നു. കാരണം എന്താ ഇവിടെ 500, ഇവിടെ 1000. അപ്പൊ എക്സ്പെൻസ് 1000-ഉം ഇൻകം 500 വന്നു അല്ലെ. അപ്പൊ ലോസ് സംഭവിച്ചു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ എൻ്റർ ചെയ്യണം. അപ്പൊ നമുക്ക് ലോസ് വന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എത്ര രൂപ ലോസ് എന്നുള്ളത് കാണാനില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലോസ് ആണ് സംഭവിച്ചു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതായത് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഉള്ള വാല്യൂ ഇതിനേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ വാല്യൂയിൽ നിന്നും ഇത് കുറയ്ക്കണം. അത് അത്രയും തുകയായിരിക്കും ലോസ് ആയിട്ട് വരിക അല്ലെ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് പറയാം. ഇഫ് സം ഓഫ് ഇവിടെ ഉള്ള സം അല്ലെ, ഈ 2 സെല്ലിലെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ, ഒരിക്കലും കൂടെ കണ്ടീഷൻ കൊടുക്കുകയാണ് അല്ലെ. സം ഓഫ് എന്താ ഈ 2 സെല്ലിലുള്ള വാല്യൂ അല്ലെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയാണ് സം ഓഫ്, നമ്മൾ ഈ 2 സെല്ല് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് മൈനസ് സം ഓഫ് എന്ത് പറയാം? ഈ 2 സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. ദെൻ സമ്മിന്റെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. അപ്പോ നമുക്ക് ഇതാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും? ഇതിൽ നിന്നും ഈ എമൗണ്ട് കുറയ്ക്കും. ഇനി അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട അല്ലെ. അവിടെ ഒന്നും ഡിസ്പ്ലേ ഇല്ലല്ലോ. ലോസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ വേണ്ടേ. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യണ്ട? ഫിഗർ ഒന്നും കാണിക്കണ്ട. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോമ ഇട്ടിട്ട് 2 ഡബിൾ കൊട്ടേഷൻ അങ്ങോട്ട് കൊടുക്കുക. അതിനുശേഷം ഇഫ് ക്ലോസ് ചെയ്യാം. മനസ്സിലായല്ലോ? ദെൻ എന്റർ കീ പ്രസ് ചെയ്യാം. നോക്കൂ, ഇവിടെ ആ ഫിഗർ കാണിച്ചു കണ്ടോ? 500 അല്ലെ. നമുക്ക് ഇവിടെ ഒരു 2000 ആണ് നമുക്ക് ഇൻകം നിൽക്കുക. അപ്പൊ നോക്കൂ, അപ്പൊ എന്താ ഇവിടെ പ്രോഫിറ്റ് എന്നുള്ള മെസ്സേജ് വന്നു, എമൗണ്ട് വന്നിട്ടില്ല. ലോസിന്റെ ഇവിടെ ഒന്നും വന്നിട്ടില്ല അല്ലെ. അപ്പൊ ഇത് ഇവിടെ നമ്മൾ കൊടുത്ത അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഫിഗർ കൂടെ നമുക്ക് കാണണം അല്ലെ. അപ്പൊ അതിന് നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ഈക്വൽ ഇഫ് അല്ലെ. പ്രോഫിറ്റ് ഫിഗർ എപ്പോഴാണ് വരേണ്ടത്? സം ഓഫ് ഏതാവണം വലുത്? ഇവിടെ ഉള്ള വാല്യൂ അല്ലെ. ഈ 2 സെല്ലിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ എന്താണ്? സം ഓഫ് എവിടെയുള്ള നമ്മുടെ എക്സ്പെൻസ് സൈഡിലുള്ള ഈ 2 സെല്ല് അല്ലെ. ഇതാണ് വലുതെങ്കിൽ കോമ എന്താ പറയേണ്ടത്? നമ്മൾ പറയാം സം ഓഫ് ഇവിടെ ഉള്ള വാല്യൂവിൽ നിന്ന് ഇതിന്റെ സമ്മിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് സം ഓഫ് എന്താ പറയേണ്ടത്? എക്സ്പെൻസ് സൈഡിലുള്ള വാല്യൂ. ഓക്കെ, സമ്മിന്റെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. അല്ലെങ്കിൽ കോമ എന്താണ്? ഒന്നും ഡിസ്പ്ലേ ചെയ്യണ്ട, ഡബിൾ കൊട്ടേഷൻ വെറുതെ കൊടുത്താൽ മതി. 2 ഡബിൾ കൊട്ടേഷൻ കൊടുക്കണോ. അതിനുശേഷം ഇഫ് ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ക്ലോസ്. ഓക്കെ, എന്റർ കീ പ്രസ് ചെയ്തോളൂ. ഇവിടെ ഒരു എറർ കാണിക്കാനുള്ള കാരണം എന്താ? ഇവിടെ നമ്മൾ സം ഓഫ് എന്ന് പറഞ്ഞിട്ട് നോക്കും, ഇവിടെ ഒരു കോമ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് അവിടെ കാണിച്ചത്. അപ്പൊ നമുക്ക് ആ കോമ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി എന്തടിച്ചോളൂ. നോക്കൂ, പ്രോഫിറ്റ് 1000 കറക്റ്റ് അല്ലേ. എക്സ്പെൻസ് സൈഡിൽ 1000-ഉം ഇൻകം സൈഡിൽ 2000-ഉം. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര വന്നിട്ടുണ്ട്? 1000. ഓക്കെ അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, എക്സ്പെൻസ് സൈഡിൽ ഈ സെല്ലിൽ കൂടെ നമുക്കൊരു വാല്യൂ ടൈപ്പ് ചെയ്യാം. ഒരു 2000 ടൈപ്പ് ചെയ്തു. അപ്പൊ നോക്കൂ, ഓട്ടോമാറ്റിക്കലി ലോസ് സൈഡില് 1000 വന്നു അല്ലെ. ഇവിടെ 3000 ഉണ്ട്, ഇവിടെ 2000. അപ്പൊ അതിന്റെ ലോസ് ആണ് സംഭവിച്ചത് 1000 രൂപ അല്ലെ. അപ്പൊ നമ്മളെ ഇക്വേഷനും കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് തീർന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ലിനൊക്കെ ഒരു വാല്യൂ, ഒരു പ്രത്യേക കളർ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഈ 2 സെല്ലിനെയും കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു കളർ കൊടുക്കാം. ഓക്കെ, ലോസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന സെല്ലല്ലേ. അപ്പൊ നമുക്ക് അവിടെ ഒരു കളർ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതില് കളറൊന്നും വേണ്ട, ഇതൊരു വൈറ്റ് കളറിൽ വെക്കാം. നമ്മൾ ഫോർമാറ്റിൽ ചെറിയ ചേഞ്ചസ് വരുത്താം കേട്ടോ. ഓക്കെ, ഇത്രയും.
ഓക്കെ, നമ്മുടെ പ്രോസസ്സ് മൊത്തം തീർന്നു. ഓക്കെ, നമുക്ക് ഈ ഫിഗേഴ്സിനൊക്കെ ഇത് കളയാം. ഓക്കെ, നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താ? ജസ്റ്റ് ഒന്നും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 10 എന്ന് കൊടുത്തോ, കണ്ടോ ലോസ് ഇല്ലേ? ഇത് നമുക്ക് ഇതിന്റെ കളർ ഒന്ന് ഇവിടെ വരുന്ന ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് ആക്കി കൊടുക്കാം, കാരണം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നോക്കാം. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു. നമ്മൾ ഈ ഫിഗേഴ്സ് ഇവിടെ നമുക്കൊരു ടെസ്റ്റും കൂടെ നടത്തിയൊക്കെ 20 കിട്ടും. ഓക്കെ അല്ലേ? ടോട്ടൽ 20 നമുക്ക് പ്രോഫിറ്റ് സംഭവിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫിഗർ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓക്കെ, ഇത് നമ്മൾക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോമിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എൻട്രി ചെയ്യുന്ന വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇൻകം സൈഡിൽ ഈ ഡേറ്റ്, ഇൻകം ഹെഡ്സ്, ഇൻകം എമൗണ്ട് ഇവിടേക്ക് അത് പോസ്റ്റ് ചെയ്യണം. എക്സ്പെൻസ് ഉള്ള ബട്ടണിൽ നിൽക്കുമ്പോഴോ ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യണം അല്ലെ? അപ്പൊ അതാണ് ഇനി നമുക്ക് വേണ്ട അടുത്ത ഫംഗ്ഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ബട്ടൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതാത് ദിവസത്തെ ഡാറ്റയാണ് നമ്മൾ എൻട്രി ചെയ്യുക അല്ലെ? ഇൻകം ആയിരിക്കും അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിരിക്കും. അപ്പൊ ഡേറ്റ് എന്ന് പറയുന്ന സെല്ലിൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? കറന്റ് ഡേറ്റ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം, ഈക്വൽ ടുഡേ ഫംഗ്ഷൻ. ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ടുഡേ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് എപ്പോഴും ഇതുപോലെ നമുക്ക് ഡേറ്റ് കാണിച്ചു തരും ടുഡേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ദിവസത്തെ ഇപ്പൊ നമുക്ക് ഇന്ന് ഇൻകം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ഐറ്റം കൊടുക്കും, എമൗണ്ട് കൊടുക്കും. നമ്മുടെ ഇൻകം എന്നുള്ള ബട്ടണിൽ നിൽക്കുമ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ഇൻകം സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യും അല്ലെ? ഇനി എക്സ്പെൻസ് ആണെങ്കിലോ എക്സ്പെൻസ് ഇവിടെ എൻ്റർ ചെയ്യും. ദെൻ എക്സ്പെൻസ് ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്ന പോർഷനിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മാക്രോ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മാക്രോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ മാക്രോ യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇൻകം സൈഡിലുള്ള ഇൻകത്തിന് ഒരു മാക്രോയും വേണം, എക്സ്പെൻസിന് ഒരു മാക്രോയും വേണം. ഓക്കെ, അതായത് നമ്മൾക്ക് ഇവിടെ എന്താ സംഭവിക്കേണ്ടത്? നമുക്ക് ഒന്നിലധികം മാക്രോ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾക്ക് ഒന്നിലധികം പ്രോസസ്സ്, അതായത് നമുക്ക് ഒന്നിലധികം സ്റ്റെപ്പ് വർക്കുകൾ ചെയ്യാനുണ്ടെങ്കിൽ, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വർക്കുകളൊക്കെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, മാക്രോ എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ റെക്കോർഡ് ചെയ്ത മാക്രോയെ ഒരു ബട്ടണിലേക്ക് അസൈൻ ചെയ്യും. ഇപ്പൊ നമ്മുടെ ഇൻകം എന്ന് പറയുന്ന ബട്ടണിലേക്ക് അസൈൻ ചെയ്യും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നിലധികം വർക്കുകളെ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ എൻ്റർ ചെയ്യുന്ന ഡാറ്റയൊക്കെ നമ്മൾ പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് മുൻപ് നമുക്കൊരു എൻട്രി ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. ഡേറ്റ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഐറ്റം എന്നുള്ളത് ക്യാഷ് എന്ന് ടൈപ്പ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. അതേപോലെ നമ്മൾ എമൗണ്ട് എന്നുള്ളത് ഒരു 1000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇൻകം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ഇവിടെ ഉള്ള സെല്ലിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഡേറ്റ് വരണം, ഇൻകം ഹെഡ്സിൽ നമ്മുടെ ക്യാഷ് വരണം, ഇവിടെ 1000 എന്നുള്ള തുക വരണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് നമ്മുടെ മാക്രോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാക്രോ എന്ന ഓപ്ഷൻ എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? മാക്രോ എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെ ഉണ്ടാവുക? നമ്മുടെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട് അല്ലെ? ഇവിടെ നമുക്ക് ഡെവലപ്പർ ടാബ് ഉണ്ട്. ഈ ഡെവലപ്പർ ടാബ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ല എങ്കിൽ, നിങ്ങളുടെ എക്സലിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ റിബണിൽ വെച്ചിട്ടൊന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് കസ്റ്റമൈസ് ദ റിബൺ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കൂ, നമ്മുടെ മെയിൻ ടാബ്സ് എന്നുള്ള ഈ സൈഡിൽ നമുക്ക് നോക്കൂ, നമ്മുടെ ഓരോ ടാബുകൾ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ടാബിൽ നോക്കൂ, ഡെവലപ്പർ എന്ന ടാബ് അൺടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ മതി. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡെവലപ്പർ ടാബ് നിങ്ങളുടെ എക്സലിലും വരും. ഓക്കെ, അപ്പൊ ഡെവലപ്പർ ടാബ് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു മാക്രോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പർ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നോക്കൂ, നമ്മുടെ ഡെവലപ്പർ ടാബിൽ നമുക്ക് ഇവിടെ റെക്കോർഡ് മാക്രോ എന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇവിടെ മാക്രോയുടെ പേര് കൊടുക്കണം. ആദ്യം എന്താണ് നമ്മൾ മാക്രോയ്ക്ക് പേര് വേണ്ടത് വെച്ചാൽ നമുക്കത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇൻകത്തിനാണ് ആദ്യം നമ്മൾ മാക്രോ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ INC എന്ന് കൊടുത്തു, ഇൻകം എന്നുള്ളതിന്. എന്നിട്ട് ഡിസംബർ മാസത്തെയാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ? DEC എന്ന് കൊടുത്തു. ഓക്കെ, INC DEC, ഇൻകം ഡിസംബർ എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് ഞാൻ ഓക്കെ എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മളെ മാക്രോ നമ്മളെ ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ,
അപ്പൊ ഇനി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ഈ ഷീറ്റിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഏറ്റവും അപ്പൊ നമുക്ക് 2 സെല്ലുകൾ ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ സെല്ല് ഉണ്ടല്ലോ, അവസാനത്തെ സെല്ല് 8 റോ, ഈ റോയിലൊന്ന് ഈ സൈഡിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുക. അപ്പൊ നമുക്ക് ഒരു പുതിയ റോ അവിടെ ഇൻസേർട്ട് ആയി കേട്ടോ, പുതിയൊരു റോ ഇൻസേർട്ട് ആയി. അതിനുശേഷം നമ്മളെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോമിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ ഇവിടെ എൻട്രി ചെയ്ത ഈ ഡാറ്റ ഉണ്ടല്ലോ, ഈ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യുക. അതുപോലെ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് 1000 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കൺട്രോൾ C അടിക്കുക, കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻസ് December 24 എന്നുള്ള ഇവിടെ വരിക. വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മുടെ ഇൻകം ആണ് ഇപ്പൊ നമ്മൾ കോപ്പി ചെയ്തത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇൻകം സൈഡിൽ വന്നിട്ട് അപ്പൊ നമ്മളിപ്പോ ഇൻസേർട്ട് ചെയ്ത റോ ഉണ്ടല്ലോ, ഈ റോയിലെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഈ ഡേറ്റ് എന്നുള്ള ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഹോം ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ കമാൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക. ഓക്കെ, അതിനുശേഷം നോക്കൂ, നമുക്കിവിടെ നമ്മൾ ആ കോപ്പി ചെയ്ത വാല്യൂവിന്റെ വാല്യൂ മാത്രം മതി, നമുക്ക് ഫോർമാറ്റുകളൊന്നും വേണ്ട. അതിനുവേണ്ടി ഞാൻ വാല്യൂ എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ട്രാൻസ്പോസ് എന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ട്രാൻസ്പോസ് കൊടുത്തത് എന്തിനാ, നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്, താഴെ ഇരിക്കുന്നത് അല്ലെ. അതിന് നമുക്ക് എങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ട്രാൻസ്പോസ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. നോക്കൂ, നമുക്ക് ഇവിടെ ട്രാൻസ്പോസ് ചെയ്തു, ഈ രൂപത്തിൽ വന്നു. ഇവിടെ നോക്കൂ, ഡേറ്റ് എന്നുള്ള കോളത്തിൽ നോക്കൂ, ഒരു നമ്പറാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ജനറൽ ഫോർമാറ്റാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഫോർമാറ്റിൽ നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ഡേറ്റ് എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുക, ഷോർട്ട് ഡേറ്റ് കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഹാഷ് വരാൻ കാരണം അവിടെ കൊള്ളാത്തതുകൊണ്ടാണ്. ഒന്ന് വലിപ്പം കൂട്ടി കൊടുത്താൽ അത് ഓക്കെ ആയി കേട്ടോ. അപ്പൊ നമുക്ക് ഡേറ്റ് ഫോർമാറ്റിൽ വന്നു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ടൈം വേണ്ടത്. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോം എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയുള്ള ഈ 2 സെല്ലിലെ വാല്യൂ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഇനി അടുത്ത എൻട്രി ചെയ്യാൻ വരുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. മേലെ ഇരിക്കുന്ന ഡേറ്റ് ഡിലീറ്റ് ചെയ്യരുത്, കാരണം അത് കറന്റ് ഡേറ്റ് ആണ്, അത് അവിടെ തന്നെ സ്റ്റിൽ ആയിട്ടിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇൻകം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കേണ്ട പ്രോസസ്സുകൾ. എന്തൊക്കെയാണ് നടക്കേണ്ടത്, ഇൻകത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഡാറ്റ എൻട്രി ചെയ്യും. ഇൻകത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ ഇവിടെ ഒരു പുതിയൊരു റോ ഇൻസേർട്ട് ആവണം അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ ടേബിൾ ഓട്ടോമാറ്റിക്കലി കണ്ട വലുതായി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് നമ്മൾ ഈ സെല്ലിലേക്ക് വാല്യൂ കോപ്പി ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡെവലപ്പർ ടാബിൽ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡെവലപ്പർ ടാബില് സ്റ്റോപ്പ് റെക്കോർഡിംഗ്, നമ്മുടെ റെക്കോർഡിംഗ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ബട്ടണിലുള്ള മാക്രോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബട്ടണിലേക്ക് ആ മാക്രോനെ കണക്ട് ചെയ്യണം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മാക്രോ വർക്ക് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ പറയാം മാക്രോ അസൈൻ ചെയ്യാന്നാണ് പറയുന്നത്, അസൈൻ ചെയ്യാന്ന് പറയും. ഓക്കെ, അപ്പൊ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇൻകം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇത് നോക്കൂ, അസൈൻ മാക്രോ എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോക്കൂ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മാക്രോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നോക്കൂ, ഇൻകം കണ്ടോ, INCDEC കണ്ടോ, ഇൻകം ഡിസംബർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മാക്രോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ മാക്രോ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇത് നോക്കൂ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് സിമ്പിൾ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ എൻ്റർ ചെയ്ത ഡാറ്റ നമ്മൾ ഇൻകം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്യും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, നമുക്കിവിടെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മളൊരു ഇൻകം എൻട്രി കൊടുക്കുകയാണ്, കോഴ്സ് ഫീസ് എന്ന് കൊടുത്ത്, കോഴ്സ് ഫീസ്. ഓക്കെ, കൊടുത്തു. എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണ് 2500. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്തു. ഇനി നമ്മൾ ഇൻകം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. നോക്കൂ, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒന്ന് പോയി നോക്കാം. നോക്കൂ, കോഴ്സ് ഫീസ് 2500 എന്ന് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇനി നമ്മൾ ഇവിടെ ഇൻകം ആയിട്ട് നമ്മൾ എന്ത് എൻറ്റർ ചെയ്തിട്ട് നമ്മൾ ഇൻകം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പെൻസ് എൻട്രികൾ എൻറ്റർ ചെയ്തിട്ട് എക്സ്പെൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഇവിടെ ഈ എക്സ്പെൻസ് സൈഡിൽ അത് പോസ്റ്റ് ആവണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു എൻട്രി ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഒരു എൻട്രി എൻ്റർ ചെയ്യാം. അപ്പൊ നമ്മൾ ഐറ്റം നിലത്തിൽ നമുക്ക് സ്റ്റേഷനറി എന്ന് കൊടുക്കാം. സ്റ്റേഷനറി. ഓക്കെ, അതിന്റെ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു 200 രൂപ. ഓക്കെ, ഇങ്ങനെ കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ റെക്കോർഡ് ചെയ്യാം മാക്രോ. നമ്മൾ ഡെവലപ്പർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് മാക്രോ എന്ന് പറഞ്ഞു. അതിനുശേഷം മാക്രോയുടെ പേര് കൊടുക്കാം. പേര് കൊടുക്കുന്നത് നമ്മൾ എക്സ്പെൻസ് ആണല്ലോ ചെയ്യുന്നത്. EXP എന്നിട്ട് ഡിസംബർ മാസം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി DEC എന്നും കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഓക്കെ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു മാക്രോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിൽ വരിക. വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ഇതേ സെല്ലിനെ സെലക്ട് ചെയ്തിട്ട് ഈ റോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറയാം. ഒരു പുതിയ റോ അവിടെ ഇൻസേർട്ട് ആയി. ഓക്കെ, ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോം എന്നുള്ള ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഓരോ സെല്ലുകളും സെലക്ട് ചെയ്യുക. നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഈ സെല്ലുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. കൺട്രോൾ C അടിച്ചു. അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്ത ഈ റോയില് ഈ ഡേറ്റ് എന്നുള്ള ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോം ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പേസ്റ്റ് സ്പെഷ്യൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ വാല്യൂസ് എന്ന് ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്പോസ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓക്കെ എന്ന് പറയാം. ഓക്കെ, നോക്കൂ, നമ്മുടെ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഈ ഡേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡേറ്റ് ഉണ്ടല്ലോ, ഈ ഡേറ്റ് നമുക്ക് ഇവിടെ ഈ സെല്ലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ജനറൽ ആണ്. അതെന്താണ്? ഡേറ്റ് ആയിട്ട് വരണം. അപ്പൊ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഡേറ്റ്, ഷോർട്ട് ഡേറ്റ് ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ അത് സെല്ലിന്റെ കോളത്തിന്റെ വിഡ്ത്ത് കുറവായതുകൊണ്ടാണ് നമുക്കതൊന്ന് വലുതാക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സീറോയൊക്കെ ഒഴിവാക്കാം. ഈ സീറോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീറോ അവിടെ കാണിക്കില്ല. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത സീറോ ഒക്കെ നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോമിൽ വരാം. എന്നിട്ട് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ ഈ 2 സെല്ലിലെ വാല്യൂ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ മാക്രോ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇൻകം എന്ന ബട്ടണിൽ നമ്മൾ മാക്രോ അസൈൻ ചെയ്ത പോലെ എക്സ്പെൻസ് എന്ന് പറയുന്ന ബട്ടണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അസൈൻ മാക്രോ എന്ന് പറയാം. നമുക്ക് എന്ത് പറയാം? നമുക്ക് നമ്മൾ INDEC അതേപോലെ തന്നെ എക്സ്പെൻസിന്റെ DEC ഇവിടെ കാണുന്നുണ്ട് അല്ലെ. കാണുന്നില്ലേ? ഞാനൊന്ന് സൈസ് വലുതാക്കി തരാം. നമുക്ക് നമ്മൾ മാക്രോയുടെ അസൈൻ ചെയ്തപ്പോൾ വന്ന വിൻഡോ ആണ് അസൈൻ മാക്രോ. ഇതിൽ നമുക്ക് EXP DEC എന്നുള്ള സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴെ ഓക്കെ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ എക്സ്പെൻസ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? മാക്രോയെ അസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പെൻസ് ഉള്ള ബട്ടണിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഒരു ഹാൻഡ് സിമ്പിൾ. നമുക്കൊരു എക്സ്പെൻസ് എൻട്രി കൊടുക്കാം. നമുക്ക് സാലറി കൊടുക്കാം. ഓക്കെ, നമ്മൾ സാലറി ആയിട്ട് ഒരു 5000 rupees കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ എക്സ്പെൻസ് ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഓട്ടോമാറ്റിക്കലി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മുടെ എക്സ്പെൻസ് എൻട്രി വന്നിട്ടുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ? സാലറി 5000 കണ്ടോ? അപ്പൊ നമ്മൾ എൻട്രി ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇൻകം സൈഡിലേക്കും എക്സ്പെൻസ് സൈഡിലേക്കും വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ വാല്യൂ ഒക്കെ നിങ്ങളൊന്ന് നോക്കൂ. നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കാണിച്ചു തരും. 5000 കൂടുതലുള്ള 5000 ആണ്, അതുകൊണ്ട് 5000 ഇവിടെ വന്നു. കണ്ടോ? ഓക്കെ, ദെൻ 5000 ഇവിടെ വന്നു. ഇവിടെ 2500 ആണ്. പിന്നെ ഒരു 1000 ഉണ്ട്. 3500 ഉണ്ടായിരുന്നു. അപ്പൊ 3500 5000 കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ളത് 1500 ആണ്. അപ്പോൾ എക്സ്പെൻസ് സൈഡിലാണ് കൂടുതൽ വന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1500 എന്ന വാല്യൂ ലോസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ഥാപനം ഇപ്പൊ എന്താണ്? ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ട് നേരത്തെ എൻട്രി കൊടുത്തിരുന്നു. പക്ഷെ അവിടെ ആ ഫിഗർ മാത്രമാണ് വന്നില്ല. അതെന്താ വെച്ചാൽ കോപ്പി ചെയ്തപ്പോൾ ആ ഫിഗർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് കേട്ടോ. ഒരു 200 രൂപയുടെ സ്റ്റേഷനറി ഉണ്ടായിരുന്നു. അത് നമ്മൾ ആ ഫിഗർ കോപ്പി ചെയ്തപ്പോൾ കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ എക്സ്പെൻസ് എൻട്രി, ഇനി ഒരു എക്സ്പെൻസ് എൻട്രി അല്ലെങ്കിൽ ഇൻകം എൻട്രി കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. നമുക്ക് ഫീസായിട്ട് ഒരു എമൗണ്ട് കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് വെക്കാം. ഒരു 5000 rupees കൂടെ അല്ലെങ്കിൽ ഒരു 10,000 rupees കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഇൻകം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻകം സൈഡിൽ 10,000 കൂടെ വന്നിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ടോട്ടൽ 13,500 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, നമ്മുടെ കമ്പനി ഇപ്പോ എന്താണ്, പ്രോഫിറ്റ് ആണ് അല്ലെ. ഇതുപോലെ നമുക്കൊരു എക്സ്പെൻസ് കൂടെ എൻ്റർ ചെയ്ത് നോക്കാം. നമുക്ക് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഒരു സാലറി അല്ലെങ്കിൽ റെന്റ് കൊടുക്കാം. നമുക്ക് റെന്റ് ഒരു 5,000 റെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് 5,000 എക്സ്പെൻസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നോക്കൂ, നമ്മുടെ 5,000 എന്നുള്ള എക്സ്പെൻസ് നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേട്ടോ 5,000 റെന്റ്. കേട്ടോ, അപ്പൊ ആ ഫിഗർ കൂടെ കൂട്ടി. അപ്പൊ ഇവിടെ മൊത്തം നമുക്ക് 10,000 വന്നു. അതേപോലെ തന്നെ നമുക്ക് ഇൻകം സൈഡിൽ എത്ര ഉണ്ടായിരുന്നു, 13,500 ഉണ്ട്. അപ്പൊ 13,500 നിന്ന് 10,000 കുറച്ചപ്പോ 3,500 നമുക്ക് ബാലൻസ്. അതായത് നമ്മുടെ കമ്പനി ഇപ്പൊ പ്രോഫിറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇത് ഡിസംബർ മാസത്തേക്കുള്ളതാണ് അല്ലെ. ഇത് നമുക്ക് അടുത്ത മാസം ജാനുവരി മാസം വരാൻ പോവാണ് അല്ലെ. അപ്പൊ നമ്മൾ ജാനുവരി മാസം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാച്ചാല് ഇതുപോലെ തന്നെ ഒരു ഷീറ്റ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇതിന്റെ തന്നെ ഒരു കോപ്പി എടുത്താൽ മതി. ഓക്കെ, നമ്മൾ ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കിവിടെ മൂവ് ഓർ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് എ കോപ്പി എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ മൂവ് ടു എൻഡ് എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ ഓക്കെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ ഷീറ്റിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പൊ നോട്ടോ ഇവിടെ 2 ബ്രാക്കറ്റിലുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റിനെയിം പറയാം. ഓക്കെ, റിനെയിമിൽ നമ്മൾ പറയുന്നു ഡിസംബർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത മാസം ഏതാ, ജാനുവരി, അല്ലെ. ദെൻ 25 ആണ് ഇവരാ പോണത് അല്ലെ, 25 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടാമത്തെ ഷീറ്റാണ് നമ്മുടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഉള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെയുള്ള ഈ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അതൊന്നും നമുക്ക് ആവശ്യമില്ല, അത് കഴിഞ്ഞ മാസത്തെയാണ് അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു 3 സെല്ലിനെ ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള സെല്ലിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് എന്ന് പറയാം, റോസ് എന്ന് പറയാം. നമുക്ക് അത്രയും റോസ് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള റോസിനെ മാത്രം അവിടെ നിർത്തിയാൽ മതി. നമുക്ക് ശരിക്കും 2 റോയെ അവിടെ ആവശ്യമുള്ളൂ അല്ലെ. നേരത്തെ നമ്മൾ ഇക്വേഷൻ ചെയ്ത് അങ്ങനെയല്ലായിരുന്നു. അപ്പൊ 2 റോനെ മാത്രം നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇതേപോലെ ഇവിടെ നമുക്ക് മന്ത് ഡിസംബർ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജാനുവരി എന്നാക്കാം. ജാനുവരി. ഓക്കെ, 2024 എന്നുള്ളത് ഇനി നമുക്ക് 2025 ആണ് അല്ലെ. അപ്പൊ ഓരോ മാസത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോ ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കാം. ഓക്കെ, അതേപോലെ ഇതിന്റെ ഒരു കോപ്പി കൂടെ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ഓർ കോപ്പി എന്ന് പറയുന്ന ഈ കമാൻഡിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് എ കോപ്പി എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പറയാം മൂവ് ടു എൻഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഷീറ്റ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഷീറ്റിൽ നമുക്ക് ഇതിനെ റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുമ്പോൾ നമ്മൾ ജാനുവരി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഫെബ്രുവരി എന്ന്, ഫെബ് 25. അങ്ങനെ നമുക്ക് ഓരോ മാസത്തേക്കുള്ളത് അഡ്വാൻസ് ആയിട്ട് ഇവിടെ ചെയ്തു വെക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത മാസത്തേക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡിസംബറിലേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്കാണ് ഈ ഫിഗേഴ്സ് പോസ്റ്റ് ആവുന്നത് അല്ലേ. ഇനി ഡിസംബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇനി നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യണം, ജാനുവരി മാസത്തിലേക്ക് പോസ്റ്റ് ചെയ്യണം. ആ മാക്രോ കൂടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ടോട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആണ് അല്ലെ. നമ്മളിവിടെ ഒരു ഫിഗർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അപ്പൊ നമുക്ക് ഇവിടെ ഒരു എമൗണ്ട് എൻ്റർ ചെയ്തു. നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ലോസ് എന്ന് വന്നു അല്ലെ. നമുക്കിവിടെ 1000 കൊടുത്തു. അപ്പൊ നമുക്കിവിടെ പ്രോഫിറ്റ് വന്നു. ഇതെല്ലാം സെറ്റ് ആണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജാനുവരി മാസത്തിലെ ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ഒരു മാക്രോ കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മുടെ ഫസ്റ്റ് ഷീറ്റിൽ വരുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്നു, എൻട്രിയിൽ വന്നിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു എൻട്രി ഇവിടെ എഴുതി വെക്കാം. നമ്മൾ ക്യാഷ് എന്നുള്ളൊരു എൻട്രി എഴുതി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നിടത്ത് ഒരു എമൗണ്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഡേറ്റ് ഇപ്പോൾ ജാനുവരി ആയി എന്ന് കരുതാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡേറ്റ് 2/12/24 ആണ്. ജാനുവരി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ജാനുവരി മാസത്തെ ഡേറ്റ് വരും. ഓക്കെ, അപ്പൊ ഇത് ജാനുവരി ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ അതെങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നു. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാക്രോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഡെവലപ്പർ എടുക്കാം, എന്നിട്ട് റെക്കോർഡ് മാക്രോ എന്ന് പറയാം. ഓക്കെ, ഇനി ഈ മാക്രോയ്ക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് എന്താണ്, നമുക്ക് ഇൻകത്തിന്റെ മാക്രോ ആണ് ആദ്യം ഉണ്ടാക്കുന്നത്. ആദ്യം INC, നേരത്തെ നമ്മൾ ഡിസംബർ എന്നുള്ള DEC എന്ന് കൊടുത്തത്, നമ്മൾ ഇനി ജാനുവരിക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, JAN ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇൻകം എന്ന് പറയുന്ന ജാനുവരി എന്നുള്ള പേരിലൊരു മാക്രോ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്.
ഓക്കെ, ദെൻ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ഡിസംബർ എന്നുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ പോയതിന് പകരം ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജാനുവരിയിലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഒരു റോ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, ഈ 8 എന്നുള്ള സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പുതിയൊരു റോ വന്നിട്ടുണ്ട് അല്ലെ. ഈ റോയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത ആ ഫസ്റ്റ് സെൽ ഷീറ്റിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഉള്ള ഓരോ ഡാറ്റ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഓരോ സെല്ലിലും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് Ctrl+C അടിച്ചുകൊണ്ട് കോപ്പി എടുക്കുക. എന്നിട്ടോ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ ജാനുവരി ഷീറ്റിലേക്ക് വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ഇൻകം സൈഡിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇൻകം സൈഡിൽ ക്ലിക്ക് ചെയ്യുക, ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹോം ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വാല്യൂസ് ക്ലിക്ക് ചെയ്യാം, ദെൻ ട്രാൻസ്ഫേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ഈ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് അല്ലെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 0 നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ അത് റിമൂവ് ചെയ്ത് വെക്കുക. അതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോമിൽ വന്നിട്ട് ഈ ഡാറ്റാസ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ റെക്കോർഡിംഗ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഡെവലപ്പറിൽ ക്ലിക്ക് ചെയ്തോ, സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇൻകത്തിന്റെ ഇത് ചെയ്തു അല്ലെ. അതായത് നമ്മളിവിടെ ഒരു ഇൻകം എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഇൻകം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ജാനുവരിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പോസ്റ്റ് ആവണം. ഇപ്പൊ ഇവിടെ നിൽക്കിയാൽ എവിടേക്കാ പോസ്റ്റ് ആവുക, ഡിസംബറിലേക്കാണ്. കാരണം എന്താണ്, ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്ന മാക്രോ ഏതാണ്, നമ്മള് INC ഡിസംബർ എന്ന് പറയുന്ന മാക്രോ ആണ് അസൈൻ ചെയ്തത്. നമുക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മാക്രോ മാറ്റി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇൻകം എന്ന് പറയുന്ന ഈ ബട്ടണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അസൈൻ മാക്രോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നോക്കൂ, ഇവിടെ കുറെ മാക്രോസ് ഉണ്ട്. ഇതാ എക്സ്പെൻസ് ഡിസംബർ, ഇൻകം ഡിസംബർ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് ഏതാ, ഇൻകം ജാനുവരി, INC JAN കണ്ടോ. അപ്പൊ ഇതില് നമ്മൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ, INC JAN. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ മാക്രോസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എക്സ്പെൻസ് ഡിസംബർ ഉണ്ട്, ഇൻകം ഡിസംബർ ഉണ്ട്. നമ്മൾ ഇനി ഏതാണ് കണക്ട് ചെയ്യാൻ പോണത്, ജാനുവരി. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ട് ചെയ്യാണ്. ജാനുവരി മാസം ആയിട്ടില്ല, മാസം ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്. ഓക്കെ, ഇതിന് ഓക്കെ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഇൻകം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ടേക്കാ പോവാ, ഈ ഷീറ്റിലേക്കാവും വരിക. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഐറ്റം എന്നുള്ളിടത്ത് ഞാൻ ഫീസ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ എമൗണ്ട് എന്നുള്ളിടത്ത് ഒരു 5000 പോകും. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻകം എന്ന് പറയുന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, എവിടേക്കാ വന്നിട്ടുണ്ടാവുക, ഇൻകം ആൻഡ് എക്സ്പെൻസ് ജാനുവരി എന്ന് പറയുന്ന ഷീറ്റ് എടുത്ത് നോക്കൂ കേട്ടോ. ഫീസ് എന്ന് പറഞ്ഞിട്ട് 5000 വന്നു. ടോട്ടൽ ഇവിടെ 6000. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ബട്ടണും കൂടെ ചെയ്യാം. ഏത് ബട്ടണാ, നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലെ എക്സ്പെൻസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വേണം, ജാനുവരി എന്ന് പറയുന്ന ഈ ഷീറ്റിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടെ റെക്കോർഡ് മാക്രോ പറയാം. അതിന് മുൻപ് നമുക്ക് ഇവിടെ എൻട്രി കൊടുക്കാം. ഐറ്റം എന്നുള്ളിടത്ത് നമ്മൾ സ്റ്റേഷനറി കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ എമൗണ്ട് നമ്മൾ കൊടുത്തു 200. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് മാക്രോ എന്ന് പറയാം. ഓക്കെ, ഈ മാക്രോയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, എക്സ്പെൻസ് ആണ് അല്ലെ. EXP എന്ന് കൊടുത്തു. ഓക്കെ, EXP എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ജാനുവരിയാണ്, JAN എന്ന് കൊടുത്തു. ഓക്കെ, ഇതിന് ശേഷം ഓക്കെ എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ ജാനുവരി എന്ന് പറയുന്ന ഷീറ്റിലേക്ക് വരാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ സെല്ലില് നമ്മൾ 9th റോ സെലക്ട് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, നമ്മൾ സെലക്ട് ചെയ്തത് എവിടെ മനസ്സിലായല്ലോ, ഈ റോ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്ന ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിമ്പിൾ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് എന്ന് പറയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, പുതിയ ഒരു റോ അവിടെ ഇൻസേർട്ട് ആയി കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡാറ്റ എൻട്രി ഷീറ്റിൽ വരിക, ഇൻകം ആൻഡ് എക്സ്പെൻസ് എൻട്രി ഫോമിൽ വരിക. ശേഷം ഇവിടെ ഓരോ സെല്ലിലും കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടോ Ctrl+C അടിച്ചിട്ട് കോപ്പി എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസില് ജാനുവരി എന്നുള്ള ഷീറ്റിലേക്ക് വരിക. ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഈ എക്സ്പെൻസ് എൻട്രിയുടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഈ ഡേറ്റിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം നമ്മുടെ ഹോം ടാബ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം, പേസ്റ്റ് സ്പെഷ്യൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ശേഷം വാല്യൂസ് ക്ലിക്ക് ചെയ്യാം,
ട്രാൻസ്ഫേഴ്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇവിടെ ഡേറ്റ് ഫോർമാറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ ജനറൽ എന്നുള്ള ഫോർമാറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഷോർട്ട് ഡേറ്റ് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഈ 0 ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് 0 ഒന്നും കാണിക്കില്ല. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി അല്ലെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എൻട്രി ഫോമിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഡാറ്റ ഒന്ന് റിമൂവ് ചെയ്യാം. ഡേറ്റിനെ നമുക്ക് അതേപോലെ സ്റ്റിൽ ആക്കിയിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ്പെൻസ് എന്ന ബട്ടണിലേക്ക് ഇപ്പൊ നമുക്ക് എക്സ്പെൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന എൻട്രി എങ്ങോട്ടേക്കാണ് പോസ്റ്റ് ആവുക, നമ്മുടെ എക്സ്പെൻസ് ഡിസംബറിലേക്കാണ് പോസ്റ്റ് ആവുക. കാരണം ഇതിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്ന മാക്രോ ഏതാണ്, ഡിസംബറിലെ മാക്രോ ആണ് അല്ലെ. നമുക്കിനി ജാനുവരിയിലെ മാക്രോ അസൈൻ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അസൈൻ മാക്രോ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ക്രിയേറ്റ് ചെയ്ത മാക്രോസ് ഒക്കെ ഇവിടെ കാണാം നമുക്ക് അല്ലെ. നമ്മൾ എക്സ്പെൻസിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എക്സ്പെൻസ് ഡിസംബർ ഉണ്ട്, എക്സ്പെൻസ് ജാനുവരി ഉണ്ട്. അപ്പൊ നമുക്കിനി ഏതാണ് അസൈൻ ചെയ്യേണ്ടത്, എക്സ്പെൻസ് ജാനുവരി അല്ലെ. ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് നമ്മൾ അസൈൻ ചെയ്തു നമ്മുടെ ജാനുവരിയിലെ എക്സ്പെൻസ്. ഇനി നമ്മൾ എക്സ്പെൻസ് ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കാവും, ഇവിടെ എൻട്രി ചെയ്യുന്ന എൻട്രികൾ പോസ്റ്റ് ആവുക നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ജാനുവരിയിലെ ഷീറ്റിലേക്ക്. നോക്കാം, നമ്മൾ എക്സ്പെൻസ് എൻട്രി കൊടുക്കാം. നമ്മൾ സാലറി, ഓക്കെ, നമ്മൾ സാലറി ഒരു 10,000 കൊടുക്കാം. വേണ്ട, ഒരു 7,000 കൊടുക്കാം. ഓക്കെ, ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്, ഡിസംബറിലല്ല അത് പോസ്റ്റ് ആയിട്ടുണ്ടാവുക, എവിടെയാണ്, ജാനുവരിയിൽ. നോക്കൂ, സാലറി കേട്ടോ 7,000. നേരത്തെ നമ്മൾ എൻ്റർ ചെയ്ത സ്റ്റേഷനറി 200 ഉണ്ട് അല്ലെ. അപ്പൊ ശരിക്കും ഏറ്റവും കൂടുതൽ എവിടെയാ വന്നിരിക്കുന്നത്, എക്സ്പെൻസ് സൈഡിലാണ് 7,200 അല്ലെ. ഇവിടെ വന്നിരിക്കുന്നത് ആകെ 6,000 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചത്, നമ്മുടെ സ്ഥാപനത്തിന് ലോസ് ആണ് 1,200 രൂപ അല്ലെ. അപ്പൊ നോക്കൂ, ഇങ്ങനെ നമുക്ക് എത്ര മാസം, ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു പുതിയൊരു മാക്രോ ക്രിയേറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ആ മാക്രോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് നമ്മൾ എൻട്രി ചെയ്യുന്ന ഈ ബട്ടണിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മാസത്തേക്കും ഇതുപോലെ ഓരോ ഷീറ്റിലായിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ എത്ര എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇതിലേക്ക് ഇങ്ങനെ താഴെ നമുക്ക് ഇങ്ങനെ കാണിക്കും. അതേപോലെ തന്നെ ഈ ഫിഗേഴ്സ് ഇവിടെ സം ചെയ്ത് അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ എന്നുള്ളത് ഇവിടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ വളരെ ഈസി ആയിട്ട് ഒരു മിസ്റ്റേക്ക് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മാസത്തേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പൊ വളരെ ഈസി ആയിട്ടാവും നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവുക. ഇനി നമുക്ക് അടുത്ത മാസത്തേക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതേ ഷീറ്റിന്റെ ഒരു കോപ്പി നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. അതിന് ഞാൻ പറഞ്ഞു തന്നു. എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, മൂവ് ഓർ കോപ്പി എന്ന് പറയുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് മൂവ് ടു എൻഡ് എന്ന് പറയാം. എന്നിട്ട് ക്രിയേറ്റ് എ കോപ്പി, ഈ ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ മറക്കരുത്, ക്രിയേറ്റ് എ കോപ്പി. ഓക്കെ, എന്നിട്ട് മൂവ് ടു എൻഡ് എന്ന് പറയാ, ഓക്കെ എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ പുതിയ ഷീറ്റ് വന്നിട്ടുണ്ടാവും. അതിന് പേര് ഈ ഷീറ്റിന്റെ അതേ പേര് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക, പ്ലസ് ഇവിടെ ഒരു 2 എന്നുണ്ടാവും അല്ലെ. ഇത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീനെയിം എന്ന് പറയാ. അപ്പോൾ ഫെബ്രുവരി എന്നുള്ളത് നമ്മൾ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, ഇനി അടുത്ത മാസം മാർച്ചാണ്, MAR എന്ന് കൊടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 എന്നുള്ളതൊന്ന് റിമൂവ് ചെയ്ത് കളയാം. ഇങ്ങനെ ഓരോ മാസത്തേക്കുള്ള ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നമുക്ക് ഈ സെല്ലുകളിലൊക്കെ വാല്യൂ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഒക്കെ റിമൂവ് ചെയ്ത് കളയാം. അപ്പൊ നമ്മൾ സെല്ലിൽ വാല്യൂ ഒന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഈ മാസം ഒന്ന് മാറ്റി കൊടുക്കാം. ജാനുവരി എന്നുള്ളത് എന്ത് ചെയ്യുക, ഫെബ്രുവരി. ഫെബ്രുവരി അല്ല, മാർച്ചാണ് അല്ലെ. ഇങ്ങനെ നമുക്ക് ഓരോ മാസത്തേക്കും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, കേട്ടോ, അങ്ങനെ ഓരോ മാസത്തേക്കും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ ഒന്നിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഓരോ മാസം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മാക്രോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇൻകം എക്സ്പെൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതാത് മാസത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് അത് മൂവ് ആയിക്കോളും.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കറന്റ് ഡേറ്റ് കൊടുത്തതുകൊണ്ടാണ് ഈ ഡേറ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡിസംബറിൽ കൊടുത്തപ്പോഴും ജാനുവരിയിൽ അതിലേക്ക് വന്നപ്പോഴും ഡേറ്റ് വന്നിരിക്കണം കേട്ടോ, സെയിം ഡേറ്റ് ആണ്. അപ്പൊ അത് ഇവിടെ നമ്മൾക്ക് 2/12/24 വന്നു. ഇത് ജാനുവരിത്തെയാണ് അത് വന്നത്. നമ്മൾ എക്സാമ്പിൾ കാണിച്ചതാണ്. നമുക്ക് അവിടെ ആ എൻട്രി കൊടുക്കുന്നിടത്ത് നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി കറന്റ് ഡേറ്റ് അവിടെ വിളിച്ചത് അല്ലെ. അപ്പൊ ജാനുവരിയിലാണ് നിങ്ങൾ ഈ ഇൻകം എക്സ്പെൻസ് എൻട്രി ചെയ്യുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് ചെയ്യും, ജാനുവരിയിൽ ആ ഡേറ്റ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്തത് അല്ലെ. നല്ലൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് അല്ലെ. നമ്മൾ മാക്രോ ചെയ്ത എക്സൽ ഫയലുകൾ സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു എക്സൽ ഫയലായിട്ട് ഒരിക്കലും സേവ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ സേവ് ചെയ്തോ, ദെൻ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫയലിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ABC എന്നാണ് കൊടുക്കുന്നത്. ഇനി നമ്മളിവിടെ ഫയൽ ടൈപ്പ്, സേവ് ആസ് ടൈപ്പ് കണ്ടില്ലേ, ഇവിടെ സാധാരണ നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക് ബുക്ക് ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുക. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആസ് ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ എക്സൽ മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് എന്ന പേരിൽ സേവ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഫയൽ പിന്നീട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലുള്ള മാക്രോസ് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മാക്രോസ് ഉള്ള ഫയലൊക്കെ സേവ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ ഉണ്ട്. മൊബൈൽ നമ്പറിൽ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. എന്നെ പല ആളുകളും വിളിക്കാറുണ്ട്, വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ള താല്പര്യം വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ചാനലിനെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അടിപൊളി വീഡിയോസ് വളരെ ഈസി ആയിട്ട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്ന ടെക്നിക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.